സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഫലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തീരുമാനിക്കുന്ന നിലയാണ് പുതിയ UGC നിർദ്ദേശത്തിലുള്ളത്. വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാരിന് നാമനിർദ്ദേശം നൽകാനുള്ള അവകാശം ഇല്ലാതാക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാനങ്ങൾ ഫണ്ട് നൽകി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർവകലാശാലകളിൽ ഇനി മുതൽ കേന്ദ്രം ഭരണം നടത്തിക്കോളൂ എന്ന് പറയുന്ന ഒരുതരം രാഷ്ട്രീയ ധാർഷ്ട്യമാണ്. സാമ്പത്തിക പരാധീനതകൾക്കിടയിലും സംസ്ഥാനങ്ങൾ വലിയ തുക ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ കവരാൻ ശ്രമം നടക്കുന്നത്. സംസ്ഥാനങ്ങളുമായോ അക്കാദമിക് വിദഗ്ധരുമായോ യാതൊരുവിധ ചർച്ചകളുമില്ലാതെയാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. വൈസ് ചാൻസലർ പദവിയിലേക്ക് അക്കാദമിക് പരിചയമില്ലാത്തവരെയും നിയോഗിക്കാമെന്ന നിർദ്ദേശവും കരടിലുണ്ട്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആ പദവിയിൽ കൊണ്ടിരുത്താനുള്ള വളഞ്ഞ വഴിയാണ് ഇവിടെ കേന്ദ്രം പയറ്റുന്നത്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ല എന്നാണ് സുവ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്ന UGC കരട് ചട്ടങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തെഴുതിയിട്ടുണ്ട്. ഇതേ വിഷയത്തിൽ BJP ഇതര മുഖ്യമന്ത്രിമാരുടെയും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂട്ടായ പരിശ്രമങ്ങൾക്കാണ് കേരളം മുൻകൈയെടുക്കുന്നത്.